ശ്രീമതി ജയ രാമചന്ദ്രക്കുറുപ്പ്. ഒരു അധ്യാപികയ്ക്കും പൊതുപ്രവർത്തകർക്കുമൊക്കെ ആയിരിക്കും സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളെയും തൊട്ടറിയാൻ സാധിക്കുന്നത്. കാരണം ഏറ്റവും ചെറിയ തലമുറയെ പഠിപ്പിച്ച് വാർത്തെടുക്കുക എന്ന് പറയുന്നത് ഒരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം വളരെ കടമയും ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തിയാണ്. താങ്കൾ ഏറെ നാൾ ആ ഒരു ജോലി ചെയ്ത വ്യക്തി കൂടിയാണ്. ഒരു പക്ഷേ സമൂഹത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന അപജയം അത് സ്ത്രീകൾക്കെതിരെ ആയാലും കുട്ടികൾക്കെതിരെ ആയാലും ഇനി ലഹരി ആയാലും ഒക്കെ തന്നെ എന്തുകൊണ്ടാണ് ഈ അപജയങ്ങൾക്കൊക്കെ അടിസ്ഥാനം? ഇതിനൊരു മാറ്റം എങ്ങനെ വരുത്താം എന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ലാസ്റ്റ് പറഞ്ഞ ആശയെ പറ്റിയാണ്. ആശ അത് രാഷ്ട്രീയവൽക്കരിച്ചു. അത് ശരിക്കും അവർക്ക് അർഹതപ്പെട്ടതാണ്. അവർക്കൊരു 10,000 രൂപ വെച്ചെങ്കിലും മിനിമം അവർക്ക് ശമ്പളവും കൊടുക്കണം. അവർ കൊറോണയ്ക്ക് നമ്മുടെ വീട് തോറും പാവങ്ങൾ കയറി വന്ന് ആ പകരുവെന്നൊന്നും നോക്കാതെ നമ്മളോട് സഹകരിച്ച പാവങ്ങളാണ്. അവിടെയും രാഷ്ട്രീയമുണ്ട്. എന്നോടൊരു ആശയിലെ ഒരു വർക്കർ എന്നോട് പറഞ്ഞു, എനിക്ക് 13,000 രൂപ ശമ്പളം ഉണ്ടെന്ന്. ഞാൻ ചോദിച്ചപ്പോൾ ചോദിച്ചു, ഇവർ പിന്നെ എന്തിനാ പോയിരിക്കുന്നത് 7,000 ഉള്ളെന്നും പറഞ്ഞോണ്ട്. അപ്പം അങ്ങനെ 2 ശമ്പളം അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പാർട്ടി അനുസരിച്ചാണ് ശമ്പളം കൊടുക്കുന്നതെന്ന് അവിടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആശാ വർക്കർമാരെ കണ്ണീര് ഈ 27 ദിവസം അതിനാണ് അവരെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അവർ ആ പാർട്ടിയിലില്ല. കമ്മ്യൂണിസത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കൊടുത്തിരുന്നേനെ. അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ. ആശയെ സഹായിച്ചേ പറ്റൂ ഗവൺമെൻറ്. എല്ലാ ആശമാർക്കും ഒരുപോലെ ശമ്പളം കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതവിടെ ഇരിക്കട്ടെ. ഈ റേഷൻ കാർഡ് വരെ സ്ത്രീകളുടെ പേരാണല്ലോ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത് ഇപ്പോൾ സ്ത്രീകൾ തന്നെയാണല്ലോ റേഷൻ കാർഡ് വരെ. എവിടെ പോയിട്ട് ഞാൻ ഈ ടോപ്പിക്ക് മിണ്ടാതിരുന്നത്. സ്വയം രക്ഷപ്പെടണമെന്ന് അതിനാണ് ആദ്യമേ ഞാൻ പറഞ്ഞ സ്വയം രക്ഷപ്പെടണമെന്ന്. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് വിദേശത്ത് പോയിട്ട് ഒറ്റയ്ക്ക് തിരിച്ചു വന്ന ആളാണ്. ഞാൻ പത്തനംതിട്ടക്കാരിയാണ്. പത്തനംതിട്ട ഞാനിവിടെ കോഴിക്കോട് വന്നത് ജോലിക്ക് വേണ്ടിയാണ്. ഞാൻ 30 കൊല്ലമായി കോഴിക്കോട് ജീവിക്കുന്നു. ഇന്ന് വരെ എന്നെ ആരും പീഡിപ്പിച്ചിട്ടുമില്ല. എനിക്ക് പോലീസിൻ്റെ സഹായം കിട്ടിയിട്ടുമുണ്ട്. ഞാൻ എന്ത് പരാതി പോയി പറഞ്ഞിട്ടും എന്നെ പോലീസുകാർ സഹായിച്ചിട്ടുമുണ്ട്. എന്നെ ആരും പീഡിപ്പിച്ചിട്ടുമില്ല. പക്ഷെങ്കിൽ ഇവിടെ സ്ത്രീക്ക് സുരക്ഷയുണ്ട്, നല്ല സുരക്ഷയുണ്ട് ഇവിടെ. പക്ഷെങ്കിൽ ആ സുരക്ഷ ശരിയായ രീതിയിൽ സ്ത്രീകൾ വിനിയോഗിക്കുന്നില്ല. സ്ത്രീകളുടെ തന്നെ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അവിടെ എലന്തൂര് 2 സ്ത്രീകളെ കൊണ്ടുവന്നേ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാ കുത്തിക്കൊന്ന്, എവിടെ കൂടെയൊക്കെയാ കുത്തിക്കൊന്ന് ഇട്ടത്. എന്തിനാണ് കേരളത്തിന് വെളിയിലോട്ട് പോകുന്നത്? ഞാൻ ഇന്ത്യ ഒട്ടേക്ക് 3 പ്രാവശ്യം ഒന്നും അല്ല സഞ്ചരിച്ചിട്ടുള്ളത്. ഇന്ത്യ ആകെ സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഗുജറാത്തിൽ കൂടെ ഒക്കെ ഞാൻ രാത്രി യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യരും ഇല്ല. പശുക്കളുണ്ട്. ഒരു മനുഷ്യരും ഒന്നും ചെയ്തില്ല. ഈ കഞ്ചാവും കള്ളും നിർത്തിയേച്ച് സ്ത്രീകൾ മാന്യമായ രീതിയിൽ എവിടെ പോയാലും തിരിച്ചു വരും. പീഡിപ്പിച്ചു എന്ന് പറയുന്നത് 10-20 കൊല്ലം ജീവിച്ചിട്ട് ഒന്നിച്ച് ജീവിച്ചിട്ട് പിന്നല്ല പീഡിപ്പിച്ചെന്ന് പറയേണ്ടത്. ആരാന്നേലും ബോച്ചയാന്നേലും ഒന്നും ചെയ്തിട്ടില്ല. ബോച്ചയ്ക്ക് അറിയാവുന്ന ആളിനെ വിളിച്ച് ബോച്ച അതിനുള്ള കൂലിയും കൊടുത്ത് അവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് ബോച്ചയ്ക്കെതിരെ പോയി കേസിന്, PC ജോർജിനെതിരെ പോയി കേസിന്. എന്തിനാന്ന് ഇവരുടെയൊക്കെ എതിരെ കേസിന് പോകുന്നത്? നല്ലത് പറയുന്നത് ആണുങ്ങളുടെ മുഴുവൻ പുരുഷന്മാരുടെ മുഴുവൻ പേരിൽ കേസിന് പോകുമല്ലേ? ആർക്കെങ്കിലും പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ? സ്ത്രീകൾക്ക് അവിടെ സ്വാതന്ത്ര്യമുള്ളത്. സ്ത്രീകൾക്കാണ് ഇവിടെ സുരക്ഷയുള്ളത്. സ്ത്രീകൾ അത് വിനിയോഗിക്കുന്നില്ല. തോന്നിവാസം പോയിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഒരുപാട് പറയാനുണ്ട്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. കുട്ടികളും അത് തന്നെ. ഞാൻ ജുവനൈൽ ഹോമിൽ പഠിപ്പിച്ച ഒരു ടീച്ചറാണ്. അവിടുത്തെ കുട്ടികളും ശരിയായ രീതിയിൽ മാതാപിതാക്കൾ നോക്കാഞ്ഞുകൊണ്ടാണ് ആ കുട്ടികൾക്ക് ഓരോ അബദ്ധങ്ങൾ പറ്റിയത്. മാതാപിതാക്കൾക്കും അവിടെ കുറ്റമുണ്ട്. കുട്ടികൾ പ്രായപൂർത്തിയായില്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്. സ്കൂളിൽ വിട്ട ടീച്ചർമാർക്കുണ്ട്. ആ ടീച്ചർമാരും ശരിയായ രീതിയിലുള്ള ടീച്ചർമാരല്ലെങ്കിലേ ഉള്ളൂ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ശരിയായ രീതിയിൽ പഠിച്ച് നല്ല മിടുക്കരായിട്ടുള്ള ടീച്ചർമാർ കാശ് കൊടുക്കാതെ ജോലി വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ഒന്നാന്തരമായിട്ട് കുട്ടികളെ നോക്കിയിട്ടുമുണ്ട്, പഠിപ്പിച്ചിട്ടുമുണ്ട്. എനിക്ക് 100 കൂട്ടം അനുഭവങ്ങളുണ്ട്. 30 കൊല്ലമായിട്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് ട്രെയിനേ നടന്ന് എന്നെ ആരും പീഡിപ്പിച്ചില്ല. ഞാൻ ഒറ്റയ്ക്ക് കോഴിക്കോട് വന്ന് പാരാത്രിക്കൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. എനിക്ക് ട്രെയിൻ കിട്ടാതെ പോയിട്ട് ഞാനൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പോലീസിനെ അഭയം തേടിയിട്ടുണ്ട്. എന്നെ പോലീസ് രക്ഷിച്ചിട്ടുണ്ട്. ഞാൻ പക്ഷെ ക്യാമറയുടെ താഴിലൊക്കെയാണ് പോയി നിന്നത്. രാത്രി വന്നിട്ടുണ്ട്. അവിടെ പോലീസ് എത്തിയിട്ടുണ്ട്. 30 കൊല്ലത്തെ അധ്യാപന ജീവിതത്തിൽ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന സാരമായ മാറ്റങ്ങൾ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
തീർച്ചയായും കുട്ടികളെ നമുക്ക് അറിയാം. ഞാൻ സൈക്കോളജി പഠിച്ചതാണ്. അപ്പം എനിക്കറിയാം കുട്ടികളെ എന്നെ കുട്ടികൾ സ്നേഹിച്ച പോലെ ഒരു ടീച്ചറിനെ എൻ്റെ ജുവനൈൽ ഹോമിലെ കുട്ടികൾ സ്നേഹിച്ചിട്ടില്ല. ആ കുട്ടികൾ എന്ത് രഹസ്യം ഉണ്ടെങ്കിലും എന്നോട് വന്ന് പറയുമായിരുന്നു. ചൂരലൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെങ്കിൽ കുട്ടികളാരും എന്നോടൊന്നും പറയാതെ ഇരുന്നിട്ടില്ല. എല്ലാ രഹസ്യങ്ങളും വന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ജുവനൈൽ ഹോമിൽ പ്രതികരിക്കാൻ പറ്റിയതും അവിടെ 4 കൊല്ലം ആ സസ്പെൻഷനിൽ ഞാൻ ഒരു തെറ്റും ചെയ്യാത്തോളം അനുഭവിച്ചത്. ഞാൻ എൻ്റെ ഒരു മനുഷ്യരെ അറിയിക്കാതെ അവിടെയും ഞാൻ അതിജീവിച്ചു. എങ്ങനെ അതിജീവിച്ചു? ഒറ്റ ഒരു സ്ത്രീ എങ്ങനെ തനിച്ച് അതിജീവിച്ചു? ഈശ്വരൻ ഉണ്ടായിരുന്നു കൂടെ. അതൊന്നും ഇല്ല. ചുമ്മാ തോന്നിവാസം വേണ്ടാത്ത കാര്യങ്ങൾക്ക് നടന്നിട്ട് പുരുഷന്മാരെ കുറ്റം പറയാ. എന്തിനാ നമ്മുടെ ഇന്ത്യയിലെ കാര്യം മൊത്തത്തിൽ നിങ്ങൾ പറയുന്നത്? ഇന്ത്യയിൽ എന്തോ BJP ചെയ്താ അതൊക്കെ? ഈ പെണ്ണുങ്ങൾ വൈരാഗ്യമുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആണുങ്ങൾക്ക് വേണ്ടി. അപ്പൊ ആണുങ്ങൾ കുത്തിക്കീറുകയാണ്. എന്തിനാണ് അതിന് പോന്നേ? ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടിട്ടാണ് സ്ത്രീകളെ കുത്തിക്കൊല്ലുന്നതും വേണ്ടാതി കാണിച്ചത്. എലന്തൂർ എന്താ കൊന്നത്? എലന്തൂർ എന്താ 2 സ്ത്രീകളെ കൊന്നത്? 15,000 ചോദിച്ചോണ്ട് അവരവിടെ വന്നെന്ന്. പണം ചോദിച്ചോണ്ട് അവിടെ ചെന്നപ്പോ അവർക്ക് വൈരാഗ്യം തോന്നിയതാ. അതെ, പക്ഷേ ടീച്ചർ, നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് ചില കാരണങ്ങൾ കൊണ്ടാണ് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത് എന്ന് നമുക്ക് പൊതുവായി പറയാൻ കഴിയുകയില്ല. അവിടുത്തെ ഭരണകൂട സംവിധാനങ്ങളും നീതിന്യായ വ്യവസ്ഥയും ഒക്കെ വളരെ ശക്തിയുള്ളത് ആണ് എങ്കിൽ അത്തരം ക്രിമിനലുകൾ അല്ലെങ്കിൽ ആ കൊടും പാതകം ചെയ്യുന്നതിന് മുൻപ് ഒന്ന് ആലോചിക്കും. ആ ആലോചനയാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന് വേണ്ടത്. അല്ലാതെ നമുക്ക് അവർ ഇരകളായിക്കോട്ടെ, അവർ അർഹിക്കുന്നതാണ് കിട്ടിയത് എന്നൊന്നും നമുക്ക് പറഞ്ഞ് കൈയൊഴിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. കാരണം അത്രമാത്രമാണ് ആക്രമണ പരമ്പരകൾ ഇങ്ങനെ നമ്മുടെ ഈ കേരളത്തിൽ അരങ്ങേറുന്നത്.